വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് NLP തന്നെ NLP എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് പിന്നെ ഒരുപാട് ആളുകൾ സ്വാധീനം ഉണ്ടാക്കിയും ഒരുപാട് ആളുകൾക്ക് അത് ഒരു ടൂളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇതിൽ ശരിക്കും എന്താണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് ചുറ്റും പറയാൻ പറ്റും? ന്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനും 5 സെൻസസും കണ്ണ്, ചെവി, മൂക്ക്, സ്കിന്ന്, പിന്നെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടൊക്കെ കണക്റ്റാണ്. ഈ ബോഡീനെ മൊത്തം പറയുന്ന ഒരു സിസ്റ്റം ന്യൂറോളജി. അതാണ് ഫിസിയോളജിയാണ് ന്യൂറോളജി. അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഭാഷ, സംസാര ഭാഷയുണ്ട്, ശരീരഭാഷയുണ്ട്, ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ വിശപ്പ്, ക്ഷീണം, വിഷമം, എല്ലാ കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സ് എല്ലാം കൂടി കൂടിയ ആ സാധനം. അതല്ലേ സമഗ്രമായ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഗോള് വരെ അതിൽ കൊടുക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നിരാശകളോ പുള്ളി കിടക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് 24 മണിക്കൂർ നടക്കാം. അതായത് മറ്റൊരാളുടെ മൈൻഡിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാത്തിനും നമുക്ക് ലിംഗ്വിസ്റ്റിക് എന്നുള്ള പെട്ടെന്ന് പറ്റുന്ന. അതെ, ശരിക്കും എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷനാണ്. ഈവൻ ഇപ്പം ഞാനൊരു ഡ്രസ്സ് ധരിച്ചാൽ ഡ്രസ്സ് ഒന്നും ഉണ്ടാതെ മുമ്പിൽ വന്നിരുന്നാലും നിങ്ങളുടെ മൈൻഡിൽ ഇയാള് ഇങ്ങനെയാണ് ഇതാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നടന്നത്. താങ്കളെ ഫോണിൽ വിളിച്ചു, താങ്കൾ എടുത്തില്ല, ചില ഉടനെ അർത്ഥം കൊടുക്കും, ഇയാൾ എടുത്തില്ല, എന്തോ പ്രശ്നം. അതെ അതെ, ഞാൻ പറയുന്നത് അങ്ങനെ മീനിങ് കൊടുത്തിരുന്നു. അതെ, അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പലപ്പോഴും മീറ്റിങ്ങിലൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ 2 ഓപ്ഷൻ അവിടെ റെഡിയാക്കി. ഞാൻ അന്ന് അൻഷിഫിനെയും ഒന്ന് ഷാമിലിനെയും ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ 2 പേരെ ഇപ്പം വിളിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം, കാരണം അവരത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ചിലപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ഓക്കെയാണ്, കാരണം നിങ്ങൾ അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള ആളുകൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ആ സിസ്റ്റം വർക്കൗട്ട്. കാരണം ഞാൻ ചില കാര്യങ്ങൾ അക്കോമഡേഷനെ കൽപ്പിച്ചു, റിട്ടേൺ പോകുന്ന വാഹനത്തിനെ കൽപ്പിച്ചു, ഇതൊക്കെ ഞാൻ പോറാണ്. കാരണം ഞാൻ ഇവിടേക്ക് ഇവിടുത്തെ അന്തരീക്ഷം, അതെ അതെ, ഇത്ര നല്ലൊരു സൗകര്യം, വളരെ മനസ്സിന് കുളിർമീടായിട്ടുള്ള എല്ലാം ഒരു വളരെ ക്വയറ്റ് ആയിട്ടുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഓഫീസ്, ഈ സൗകര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ലാംഗ്വേജാണ് ലിംഗ്വിസ്റ്റിക്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങള്, ശീലങ്ങള്, മനോഭാവങ്ങളൊക്കെയാണ്. ഓൾറെഡി എല്ലാവർക്കും ഒരു പ്രോഗ്രാം ഉണ്ടാവും അയാളുടെ ഒരു ലൈഫിൽ വന്ന് സെറ്റ് ഓഫ്, നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ ചെറുപ്പക്കാലത്ത് പഠിച്ച സാധനമാണ്. വാട്ട് ഈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഇൻസ്ട്രക്ഷനുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ പ്രോഗ്രാമിംഗ് തന്നെയാണ് ലൈഫിലും ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷനുകൾ അതൊരു പ്രോഗ്രാമായിട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തു, അല്ലേ? ശരിയല്ലേ? നമ്മുടെ ശീലങ്ങൾക്കും ചിന്തകൾക്കും കാരണമാവും, അത് പിന്നീട് കാരണമാവും. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പാരന്റ് ഒരു കുട്ടിയോട് പറയുന്ന വാക്കുകളും ആ കുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജുകളും ആ കുട്ടിയുടെ മൈൻഡിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് പിന്നീട് അതൊരു പ്രോഗ്രാമായിട്ട് മാറും. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഈ NLP പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. EFT ഒക്കെ ഉണ്ട്, NLP വേറെ സാധനമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം, റീപ്രോഗ്രാം ചെയ്യണം. അതിനെ എടുത്തിട്ട് ആ സാധനം ആ ചിപ്പ് ഊരിയിട്ട് പുതിയൊരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ബിലീഫ് സിസ്റ്റം. ഇതിൽ പലരും ഇതിന്റെ പേരിൽ പല തട്ടിപ്പ് നടത്തുന്നു. എന്തൊക്കെയാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പേരിട്ടിട്ട് ആ പേരിട്ട് കഴിഞ്ഞിട്ട് അത് ചെയ്യുന്ന ആ തെറാപ്പി അത് വളരെ ഗംഭീര റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഒക്കെ റെഡിമെയ്ഡായിട്ട് എല്ലാം മാറ്റം വരും. താങ്കൾ ഇവിടുന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകത്ത് താങ്കൾ ആയിരിക്കുന്ന പോലെ നടക്കും, ഇവിടെ സംഭവിക്കുന്നതാണ്. ഇങ്ങോട്ടൊക്കെ വരും, പണം വരും, അതുപോലെ പദവി വരുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയും. യഥാർത്ഥത്തിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ പാഷനായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല, അതാണ് അട്രാക്ഷൻ. അപ്പൊ നമുക്ക് പല ഞാൻ അതേ വിഷയത്തിൽ ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഒരു വാസ്തവമായിരിക്കും, പക്ഷെ അതിനെ ആളുകൾ കൂടെ പല ആളുകളും അതിനെ റോങ് ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നി പണത്തിന് വേണ്ടി അത് ചെയ്താൽ മതി. ചില ആളുകൾ സ്വപ്നം കണ്ടിരുന്നാൽ മതി, ലോകം മുഴുവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ള നമ്മളെ എനിക്ക് തോന്നുന്നു പൗലോ കോയിലോയുടെ ആ ഒരു വാചകം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ആളുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാൻ പറ്റില്ല. അവർ പലപ്പോഴും നമുക്ക് അവരെ കുറിച്ച് എന്താ പറയുക സങ്കടം തോന്നാറ്, അവരെ കുറിച്ച് സങ്കടം തോന്നാറ്. കാരണം അവർ സ്വപ്നം കണ്ടിരിക്കുന്ന പുതിയ ഒരു ലോകം, അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാതെ വെറും സ്വപ്നം മാത്രമാണ്. അവസാനം നിരാശയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. മാരകമായ അവസ്ഥ. ഓക്കെ ഓക്കെ.
അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയി ഇപ്പൊ താങ്കൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡിങ്, ഇതേപോലെ റിയലിസ്റ്റിക് ആയ കാര്യം ചെയ്തേ മാറും. ഒരു വ്യക്തി ഒരു ബ്രാൻഡായി കഴിഞ്ഞാൽ അയാളെ സമൂഹം അറിയും, ആ വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും, ആ വ്യക്തിയെ എല്ലാവരും വിശ്വസിക്കും, അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാനും വിൽക്കാനും ആളുകൾ ഇഷ്ടപ്പെടും, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാനും ഇഷ്ടപ്പെടും, അത് മഹത്വമുള്ളതായി മാറും. അപ്പൊ അങ്ങനെ ബ്രാൻഡായിട്ട് മാറാൻ ഓരോരുത്തർക്കും പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ സെറ്റ് ഓഫ് ബിലീഫ്സ് ആണ് എന്തായി മാറുന്നത്, നമ്മളെ പ്രോഗ്രാമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഡ്രീമായിട്ട് മാറേണ്ടത്.